യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവന്മാരെ കയ്യോടെ പോലീസ് പിടിച്ചോണ്ട് പോയോ? അതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നെ ബോധ്യപ്പെടുത്തണം. രൂപേഷേ എന്റെ ചേച്ചിയുടെ മോനാ. മീൻവലയില അവര് കെട്ടിത്തൂക്കിയിട്ട് കൊണ്ടുപോയത്. പുറംകടലിൽ കൊണ്ടുപോയി കൊന്നു തള്ളാനായിരുന്നു പരിപാടി. അവന്മാർക്ക് ഞങ്ങൾ ശരിക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം അവന്മാർക്ക്. എന്റെ കയ്യിലെങ്ങനെ അവന്മാരെ കിട്ടിയിരുന്നെങ്കിൽ ചെലപ്പോ അവന്മാരെ ഗിരിജ മാഡത്തിന്റെ മുൻപിൽ തന്നെ വന്നോളും. മാഡം, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മോനെ, മോൻ ചെന്ന് നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുളിക്ക. താക്കോലെ ചെല്ല്. ഈശ്വര ഭഗവാനെ, എന്റെ ഭഗവാനെ, എന്റെ മോനെ കാത്തോളണേ. എടുത്തി മോളെ, ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നതേ വെറും ട്രയലറാ. മോക്ക് രാവിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശരിയായ സിനിമ ഈ അമ്മ കാണിച്ചു തരും. അന്ന് ദർശന വീഡിയോ വാളിൽ കാണിച്ച് കല്യാണം പൊളിച്ചില്ലേ, അതുപോലൊരു ഇടിവെട്ട് സിനിമ. അതുവരെ നീ ഒന്ന് കാത്തിരിക്ക്. പിന്നെ സിനിമയിലെ നായിക ആരാണെന്ന് മോക്കറിയണ്ടേ? അറിയണോ? എന്നാലേ അങ്ങനെ ഇപ്പൊ എന്റെ മോൾ അതറിയണ്ട. മസിലളിയൻ മറുകണ്ഠം ചാടിയെങ്കിൽ അതെല്ലാവരെയും അറിയിച്ചുകൊണ്ട. നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് പെങ്ങളോടും മോനോടും കൂറും കുടുക്കയും കാണിക്കുക നിന്റെ ഈ അച്ഛൻ. ഇങ്ങേരെ അനന്തരവനെ രക്ഷിക്കാനേ ഒറ്റ കൊടുത്തതാണോന്ന് ആർക്കറിയും? ഇല്ല ഗിരിജ, തിരുമുമ്പിൽ വേല എന്ന് നീ കേട്ടിട്ടില്ലേ? ചേച്ചിയുടെ മുമ്പിലെ ഞാൻ കൈയും വായും പൂട്ടി നിൽക്കുകയുള്ളൂ. അല്ലാതെ നിന്നെ ഒറ്റക്കൊടുത്ത് എനിക്ക് ചേച്ചിയുടെ മുമ്പിൽ ഒരു നേട്ടവും ഉണ്ടാക്കണ്ട. നാളെ എനിക്ക് 5 പ്ലാനുകളുണ്ട്. അതിലൊന്നാമത്തേതാ ചീറ്റിപ്പോയത്. അതുകൊണ്ടൊന്നും എന്നെ തളർത്താനാവില്ല. നിലയമിട്ടിന് തീ കൊളുത്തുന്ന പോലെ ഓരോ നിലയമിട്ടും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഉയർന്നു പൊട്ടും. നീ നോക്കിക്കോ. അതെ, എല്ലാം പൊട്ടുമെന്ന് തന്നെയാ ഞാനും പറഞ്ഞത്. ഓരോന്ന് പൊട്ടുമ്പോഴും പറയും അടുത്ത പ്ലാൻ എന്ന്. നിനക്കും നിന്റെ അച്ഛനും ഒന്നും എന്നെ വിലയില്ല. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, നാളത്തെ നായിക നടുവിടിച്ച് വീഴുമ്പോഴേ നിങ്ങൾ എന്റെ വില മനസ്സിലാക്കൂ. നായികയല്ല നടുവിടിച്ച് വീഴാൻ പോകുന്നേ, മെയിൻ വില്ലത്തി ഗിരിജയാ. അതെ, അച്ഛനുമായി ചേർന്ന് നീ കളിയാക്കിക്കോ, എത്ര വേണമെങ്കിലും പരിഹസിച്ചോ. പക്ഷേ ഇത് കേട്ടിട്ടൊന്നും ഞാൻ തളരില്ല. നാളെ എന്റെ ദിവസ. നാളെ കൊണ്ട് തീരുമാനിക്കപ്പെടും അവളോ അതോ ഞാനോ എന്ന്. പ്ലാൻ എ. ചേച്ചി, ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ബൊക്കെ വേണം. സ്പെഷ്യൽ ബൊക്കെയോ? സ്പെഷ്യൽ ബൊക്കെ. അത് ഈ ബൊക്കകത്തെ ഒരു സ്പ്രേ വെക്കും, കുറച്ച് വെള്ളം നിറച്ചൊരു സ്പ്രേ. അത് വെച്ച് വേണം ബൊക്കെ റെഡിയാക്കാൻ. ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല കൊച്ചനെ. എനിക്ക് സമയമില്ല. കോവിലേക്കുള്ള മാല കൊടുക്കാനുള്ള സമയമായി. ചേച്ചി, ഇത് ഇന്നത്തേക്കല്ല, നാളെ രാവിലെ കിട്ടിയാ മതി. ദേ പിള്ളേരെ, ഇതൊന്നും ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ വേറെ ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയി കൊടുക്ക്. നിങ്ങൾ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആസിഡോ മറ്റോ സ്പ്രേക്കകത്ത് നിറച്ച എന്നെയും കൂടെ പോലീസ് കൊണ്ടുപോകും. എന്റെ പൊന്നു ചേച്ചി, നാളെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം. ആ സ്പ്രേക്കകത്ത് വെറും പച്ചവെള്ളം മാത്രമേ ഉണ്ടാവൂ.
വരനെ സ്വീകരിക്കാൻ ചെല്ലുമ്പോ കുറച്ച് വെള്ളം അവന്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യും. ഒരപകടവും പറ്റുന്ന പണിയൊന്നുമല്ല, ഒരു തമാശ. കുറച്ച് വെള്ളം അവന്റെ മുഖത്ത് വീഴുമ്പോ അതൊരു രസമല്ലേ? ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാ. ഈ ചെറിയൊരു പണിയെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് അവന് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസം? ചേച്ചി, ഇതൊക്കെ സർവ്വസാധാരണ. കൂട്ടുകാരിങ്ങനെ ചില്ലറ തമാശകളൊക്കെ കല്യാണത്തിനിടയ്ക്ക് ചെയ്യുന്നത് പതുകൊള്ളതാ. ചേച്ചിക്ക് സാധാരണ ബൊക്കെ ഉണ്ടാക്കി എത്ര കിട്ടും? കൂടിപ്പോയ 500. ഞങ്ങൾ 1000 രൂപ തരും. പിള്ളാരെ, ഞാൻ പറഞ്ഞില്ലേ എനിക്കിന്ന് സമയമില്ല. അയ്യോ ചേച്ചി, അങ്ങനെ പറയരുത്. ഞങ്ങള് ഒരു 2000 തരാം. നീ കാശ് കൊടുത്തേ. ഇതാ ചേച്ചി. പിന്നെ ചേച്ചി, ഇതിനകത്ത് സ്പ്രേ ഉണ്ടെന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണരുത്. അതൊക്കെ ചേച്ചി റെഡിയാക്കി തരോടാ. ശരി, ഞാൻ ചെയ്തു തരാം. പക്ഷെ ഇതിന്റെ പേരിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവരുത്. ഏയ്, കണ്ട പോലീസ് സ്റ്റേഷനിലൊന്നും കയറി ഇറങ്ങാൻ ആവതില്ലാത്തതുകൊണ്ടാ. പിന്നെ ഇതുണ്ടാക്കി തന്നത് ഞാനാണെന്ന് ആരും അറിയുകയും ചെയ്യരുത്. ഇല്ല ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, ഇത് വെറും ഒരു തമാശയാ. ചേച്ചിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ചേച്ചിയുടെ മാലയും ബൊക്കെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. ഇത്രയും നന്നായി പൂവിട്ടുന്ന ഒരാൾ ഈ ഏരിയയിൽ വേറെ ഇല്ല. രാവിലെ 7 മണിക്ക് ഞങ്ങൾ വരും. അപ്പോഴത്തേക്കും റീത്ത് റെഡി ആയിരിക്കണം. ഇതിനകത്ത് വെക്കേണ്ട സ്പ്രേ രാവിലെ കൊണ്ടുവരാം. അല്ല, ബൊക്കയല്ലേ? പിന്നെ റീത്ത് എന്ന് പറഞ്ഞതോ? അയ്യോ, അത് തെറ്റിപ്പോയതാ ചേച്ചി. അല്ലെങ്കിലും റീത്തിനകത്ത് സ്പ്രേ വെച്ചിട്ട് ആളെ എങ്ങനെ കളിപ്പിക്കാല അല്ലേ? ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് ബൊക്ക തന്നെയാ. പക്ഷെ നാളെ അത് ചിലപ്പോ ഒരു റീത്തായിട്ട് മാറും. അവന്റെ നെഞ്ചത്ത് വെക്കാനുള്ള റീത്ത്. പ്ലാൻ ബി. ചില ന്യൂ ജനറേഷൻ പെമ്പിള്ളാരെ കൊണ്ടുപിടിച്ച പ്രേമാന്ന് പറയും. ഈ ചാറ്റിങ്ങും മീറ്റിങ്ങുവേ കാണാതിരുന്നാൽ ചത്ത് കളയെന്ന് വരെ പറയും. പറ്റിയൊരു കാശുകാരനെ കിട്ടുമ്പോ, ബ്രദർ എന്നെ ഒരു സഹോദരനായി കാണണം, ഇന്നു മുതൽ നമ്മൾ സഹോയും സഹിയുമോ. അതുപോലെ ആയല്ലോടാ നിന്റെ ഈ ഒടുക്കത്തെ പ്രേമം. ഇത്രയും കാലം അവളെ തന്നെ കെട്ടൂന്ന് പറഞ്ഞ് നടന്നവൻ ഇന്നിപ്പോ അവളുടെ കല്യാണത്തിന് ആങ്ങളെയായിട്ട് വരനെ സ്വീകരിക്കാൻ നടക്കുന്നു. ചിൽഡ് ബിയർ അടിച്ചിട്ട് ആ ടീന്നെ കളയും പോലെ നീ അവളെ കളഞ്ഞിരുന്നെങ്കിൽ അളിയനെ ഞങ്ങൾ സമ്മതിച്ചു. ഇതിപ്പോ ഉപ്പും പോയി മുളകും പോയി മണ്ണെണ്ണയ്ക്കുള്ള കാശും പോയെന്ന് പറഞ്ഞ അവസ്ഥയായല്ലോ അളിയ. എടാ മച്ച, ഇന്നത്തെ കാലത്ത് ഈ ഡിവോഴ്സൊക്കെ സ്ഥിരം പരിപാടിയാവുന്നതിന്റെ ശരിയായ കാരണം നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇവളുമാരുടെ നാക്ക് ശരിയല്ല. വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ വായിട്ടലയ്ക്കും, വഴക്കിടും. ഭർത്താക്കന്മാർക്ക് ഇവളുമാരൊന്നും ഒരു സ്വസ്ഥതയും കൊടുക്കില്ല. ഇത്തിരി താമസിച്ച് ചെന്നാ പരാതി, ചെന്നില്ലേൽ പരാതി, എന്തെങ്കിലും കൊണ്ടു കൊടുത്താ പരാതി, അത് പോരെന്നുള്ള പരാതി. ഓരോ ദിവസവും വീട്ടിൽ ചെന്ന് കേറുമ്പോ റേഡിയോ പോലെയാ. ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കും, റേഡിയോ അങ്ങോട്ടും എല്ലാം കേക്കോ, അതുമില്ല. ആ ദർശനെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുമോ? എന്നാ 2 പിട കൊടുക്കാന്ന് വെച്ചാ അവളുടെ തന്ത പോലീസ് അങ്കിള് അവളെ IPS കാരിയാക്കാൻ വേണ്ടി കളരിയും കരാട്ടയൊക്കെ പഠിപ്പിച്ച് വഷളാക്കി വെച്ചിരിക്കുക. തല്ലാൻ ചെന്നാ ഇങ്ങോട്ട് മേടിച്ചു കൂട്ടാന്നല്ലാതെ നോ രക്ഷ. ഈ പെമ്പിള്ളേരുടെ ബോഡി എപ്പോഴും വെള്ള അലുവ പോലെ ഇരിക്കണം, തൊട്ട തുളുമ്പണം. ഇതൊരുമാതിരി തേക്കും കട പോലത്തെ എല്ലും എനിക്കൊന്നും വേണ്ട. പിന്നെ ഇങ്ങോട്ടൊന്നും പറയാത്ത, മിണ്ടാൻ പോലും ശേഷിയില്ലാത്ത അരയന്ന പിട പോലൊരു കിളുന്ത് പെണ്ണ്. അവൾക്കിളയതായിട്ടുണ്ട്, അഞ്ജന. എനിക്കവള മതി. വഴക്കിടില്ല, നല്ല സോഫ്റ്റ് ക്യാരക്ടർ. എന്റെ ലക്ഷ്യം ഇനി അതാണ് മച്ച. പിന്നെ ദർശനയ്ക്ക് അനിയത്തിന്ന് വെച്ച ജീവന. അവള് കോടീശ്വരി ആവുമ്പോ അനിയത്തി ലക്ഷപ്രഭുവെങ്കിലും ആവും. എനിക്കത് മതി. നമുക്കിത്തിരി വെള്ളം വേണം, ഇത്തിരി പുകയും വേണം. അതിനെ എതിർക്കുന്ന പെണ്ണ് നമുക്കൊരു ശല്യം തന്നെയാണ്.
ഇതാവുമ്പോ ഞങ്ങളുടെ മാരീഡ് ലൈഫ് സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും.